നമസ്കാരം. ഞാൻ ഡോക്ടർ അരുൺ ബി നായർ. 68 വയസ്സുള്ള റിട്ടയേർഡ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ. വളരെ നല്ല വായനാശീലമുള്ള വ്യക്തിയാണ്, നല്ല അറിവുള്ള വ്യക്തിയാണ്. പുരാണ ഇതിഹാസ സംഭവങ്ങൾ തൊട്ട് ചരിത്രവും വിവരസാങ്കേതിക വിദ്യയും AI-യും വരെയുള്ള സകല മേഖലകളെക്കുറിച്ച് നല്ല അറിവുള്ള, വായനയുള്ള, ചെറുപ്പക്കാരുമായി നിരന്തരമായി ഇടപെട്ട് പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന, പുതിയ ചെറുപ്പക്കാരുടെ ട്രെൻഡുകളെല്ലാം കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന നല്ലൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ളൊരു വ്യക്തിയാണ്. അവർ ഹയർ സെക്കൻഡറി പഠിപ്പിച്ചിരുന്ന സമയത്ത് പോലും വിദ്യാർത്ഥികളുമായിട്ടൊക്കെ നല്ലൊരു വൈബിൽ പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ധാരാളം വിദ്യാർത്ഥികൾ ഇപ്പോഴും ടീച്ചറിനെ കാണാനായിട്ട് വരാറുണ്ട്. അവരൊക്കെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി വളരെ ഉന്നത നിലയിലൊക്കെ എത്തിയിട്ടും ഒരു നാട്ടിൽ വരുമ്പോൾ ടീച്ചറിനെ വന്ന് കാണും. കാരണം ടീച്ചർ അവരെയൊക്കെ നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഒരു മുൻവിധികളുമില്ലാതെ യുവതലമുറയെ സ്വീകരിച്ച ഒരു അപൂർവം അധ്യാപികമാരിൽ ഒരാളായിരുന്നു ഈ ടീച്ചർ. ടീച്ചറിന് റിട്ടയർ ചെയ്തതിന് ശേഷം കുറച്ച് നാളുകൂടെ മറ്റ് ചില സ്വകാര്യ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്തു. പക്ഷേ സ്വന്തം മക്കളുടെ വിവാഹം കഴിഞ്ഞു, കൊച്ചുമക്കളൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഈ കൊച്ചുമക്കളെ ഒന്ന് പരിചരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആ ജോലിയൊക്കെ നിർത്തി വീട്ടിൽ തന്നെ ആണിപ്പോൾ. വായനയും മറ്റുമൊക്കെ തുടരുന്നുണ്ട്. ഇതിനിടയിൽ പ്രമേഹം പിടിപെട്ടിരുന്നു, രക്തസമ്മർദ്ദം വർദ്ധിച്ചിരുന്നു, കൊളസ്ട്രോള് കൂടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഇങ്ങനെയുള്ള കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ടീച്ചറിന് വന്നിരുന്നു. പക്ഷേ എങ്കിലും അതൊന്നും വലിയ തോതിൽ ടീച്ചറിൻ്റെ ജീവിതത്തെ ബാധിച്ചില്ല. ദൈനംദിന പ്രവർത്തനങ്ങളെയൊന്നും അത് വലുതായിട്ട് സ്പർശിച്ചുമില്ല. പക്ഷെ കഴിഞ്ഞ ഒരു 3-4 മാസമായിട്ട് ടീച്ചറുടെ പെരുമാറ്റത്തിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ കാണുന്നതായിട്ട് ടീച്ചറുടെ മക്കൾ പറയുന്നു. സംഭവം ഇതാണ്: ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് ഭക്ഷണം വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അമ്മ ഇപ്പോൾ കഴിച്ചതല്ലേ ഉള്ളൂ എന്ന് പറയുന്ന ഉടനെ ആര് കഴിച്ചു എന്നാണ് പറയുന്നത്, നിങ്ങളെന്നെ പട്ടിണിക്കിടാൻ നോക്കുകയാണോ എന്നൊക്കെ പറഞ്ഞ് വഴക്കിടുന്നു. മാത്രമല്ല, ഇപ്പോൾ പൈസ അതൊക്കെ ഇപ്പോഴും സ്വന്തം നിലയ്ക്ക് തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഈ പൈസ കിട്ടിക്കഴിഞ്ഞാൽ അത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുവയ്ക്കുന്നു. വെച്ചിട്ടൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ ആ സ്ഥലം ഒഴിച്ച് ബാക്കി പല സ്ഥലങ്ങളിലും നോക്കിയിട്ട് വീട്ടിലുള്ള ജോലിക്കാരികൾ പൈസ മോഷ്ടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുമായിട്ട് വഴക്കിടുന്നു. ഇങ്ങനത്തെ ചില രീതികളാണ്. പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നു. പണ്ടൊക്കെ വളരെ ശാന്തമായിട്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ, കുട്ടികൾ അത്യാവശ്യം വികൃതി കാണിച്ചാൽ പോലും അവരെ വളരെ തന്മയത്വമായിട്ട് കൈകാര്യം ചെയ്ത് അവരുടെ നിലവിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുമായിട്ട് ആശയവിനിമയം നടത്തി അവരെ സ്വന്തം പോക്കറ്റിലാക്കി കാര്യങ്ങൾ ചെയ്തിരുന്ന നല്ല ഒരു സ്കില്ലുള്ള ഒരു അധ്യാപികയായിരുന്നു. പക്ഷേ ഇപ്പോൾ നിസ്സാര കാര്യത്തിനൊക്കെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങുന്നു. ആ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ചിലപ്പം ഇതുവരെ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ചീത്ത വിളിയൊക്കെ വരികയാണ്. അടുത്ത സമയത്തൊരു പ്രശ്നം ഉണ്ടായത്, എന്തോ സാധനം ഇങ്ങനെ തിരയുകയാണ് അമ്മ. അപ്പോൾ മക്കൾ ചോദിച്ചാൽ എന്താണ് അമ്മ തിരയുന്നതെന്ന് പറയൂ, ഞങ്ങൾ തപ്പിയെടുത്ത് തരാം. ഒന്നും മിണ്ടുന്നില്ല, വീണ്ടും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീട്ടുകാർക്ക് ദേഷ്യമായി. എന്താ അമ്മയ്ക്ക് ഞങ്ങളെ വിശ്വാസമില്ലേ, എന്താ തിരയുന്നതെന്ന് പറഞ്ഞുകൂടെ, ഞങ്ങളും കൂടെ സഹായിക്കാമല്ലോ. ഒന്നും മിണ്ടുന്നില്ല. പിന്നെയും കുറേ നേരം തപ്പിയതിന് ശേഷം എവിടുന്നോ സ്വന്തം കണ്ണട എടുത്തുകൊണ്ട് വരുന്നു. ആ കണ്ണട വെച്ചതിന് ശേഷം വായിക്കാനും തുടങ്ങുന്നു. പക്ഷെ ഒരു അക്ഷരം മിണ്ടുന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ അമ്മ പെരുമാറുന്നു? അമ്മയ്ക്കിനി ഞങ്ങളോട് വല്ല വൈരാഗ്യം ഉണ്ടായിട്ടാണോ? കാരണം ഭക്ഷണം കൊടുത്തതിന് ശേഷവും തന്നിട്ടില്ല എന്ന് പറഞ്ഞ് വഴക്കിടുന്നു. പൈസ എവിടെയെങ്കിലും കൊണ്ട് വെച്ചതിന് ശേഷം അത് ഞങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞ് വഴക്കിടുന്നു. ഞങ്ങളെ ഒട്ടും വിശ്വാസമില്ലാത്ത രീതിയിൽ പെരുമാറുകയാണ്. അപ്പോൾ നമ്മൾ ഈ വാർദ്ധക്യത്തിലുണ്ടാകുന്ന പെരുമാറ്റ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ആദ്യമായി വാർദ്ധക്യത്തിൽ പെരുമാറ്റ പ്രശ്നങ്ങൾ കണ്ടാൽ തലച്ചോറിൻ്റെ ഒരു സ്കാനൊക്കെ എടുത്ത് നോക്കണമെന്ന് പറയാറുണ്ട്. കാരണം തലച്ചോറിൻ്റെ പ്രവർത്തന വൈകല്യങ്ങളാകാം. ഇവിടെയും അത്തരം പരിശോധനകൾ നടത്തി മറ്റു ചില ടെസ്റ്റുകളും കാര്യങ്ങളുമൊക്കെ നോക്കിയപ്പോൾ വാസ്കുലാർ ഡിമെൻഷ്യ എന്ന് പറയുന്നൊരു മറവി രോഗത്തിൻ്റെ സൂചനകളാണ്. ഈ വാസ്കുലാർ ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകൾ, പ്രത്യേകിച്ച് ചെറിയ രക്തക്കുഴലുകൾ അടയുന്നതിനെ തുടർന്നുണ്ടാകുന്ന ഒരു മറവി രോഗമാണ്. അപ്പോൾ ഇവിടെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ തുടങ്ങിയ സംഗതികളെല്ലാം ദീർഘകാലമായി ഉള്ള ഒരു വ്യക്തിക്ക് പല കാരണങ്ങൾ കൊണ്ടും അത് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അതിന് പല കാരണങ്ങൾ ടീച്ചർ തന്നെ പറയുന്നുണ്ടായിരുന്നു. ഈ മക്കൾക്കൊന്നും സമയമില്ല, ഇനി കൊച്ചുമക്കളെ നോക്കേണ്ട മൊത്തം ഞാനാണ്, അതുകൊണ്ട് കൃത്യമായ ഇടവേളകളിൽ രക്തം പരിശോധിക്കാനോ ചില ദിവസങ്ങളിലെങ്കിലുമൊക്കെ മരുന്ന് കഴിക്കാനോ ഒന്നും പറ്റാതെ പോയി.
അത് കാരണമാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നതെന്ന് ആ ടീച്ചർ സ്വയം ന്യായീകരിച്ച് പറയുന്നുണ്ട്. എന്തായാലും ഈ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ തുടങ്ങിയ കാര്യങ്ങൾ പലതും കൃത്യമായിട്ട് നിയന്ത്രിക്കാൻ കഴിയാതെ പോയാൽ അത് തലച്ചോറിലെ രക്തഓട്ടത്തെ ബാധിക്കാൻ തുടങ്ങും. തലച്ചോറിലെ ചെറിയ രക്തക്കുഴലുകൾ അടഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന മേധാക്ഷയത്തിൻ്റെ ലക്ഷണങ്ങൾ വരാം. അപ്പോൾ മേധാക്ഷയം വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ കാണും, ഈ അടുത്ത കാലത്ത് ചെയ്ത കാര്യങ്ങളാണ് മറന്നു പോകുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്ന കാര്യം തലച്ചോറിൽ അങ്ങോട്ട് രജിസ്റ്റർ ചെയ്യുന്നില്ല. അതുകൊണ്ട് 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്ന് പറഞ്ഞ് വീണ്ടും വഴക്കിടാൻ വരുന്നത്. ഈ പൈസ കൊണ്ട് എവിടെയോ ഒന്ന് വെക്കുന്നു, അത് എവിടെയാണ് വെച്ചത് എന്ന് ഓർമ്മയില്ല, അത് രജിസ്റ്റർ ചെയ്യുന്നില്ല തലയിൽ. അതുകൊണ്ടാണത് എവിടെയാണ് വെച്ചതെന്ന് ഓർമ്മയില്ലാതെ വന്ന് പിന്നെയും വഴക്കിടുന്നൊരവസ്ഥയിലേക്ക് വരുന്നത്. അപ്പോൾ ഈ വാസ്കുലാർ ഡിമെൻഷ്യയുടെ ഒരു പ്രത്യേകത അടിയന്തരമായി ചികിത്സ കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ്. ഇല്ലെങ്കിൽ പെട്ടെന്ന് ഓർമ്മകൾ നശിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ തലച്ചോറിലെ അസറ്റൈൽ കോളിൻ എന്ന രാസവസ്തുവിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ചില മരുന്നുകളും തലച്ചോറിലെ രക്തഓട്ടം തടസ്സപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കാനുള്ള ചികിത്സകളും കൊടുത്താൽ ഈ അവസ്ഥയിൽ നല്ല പുരോഗതി വരാം. മേധാക്ഷയം പരിപൂർണമായി ഭേദപ്പെടുത്താൻ പറ്റാറില്ല, പക്ഷേ കൃത്യമായി ചികിത്സ തുടക്കത്തിൽ തന്നെ ആരംഭിച്ചാൽ അത് വഷളാകാതെ ഒരു 10-15 വർഷക്കാലമെങ്കിലും നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അനുബന്ധമായി ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങളും പെരുമാറ്റ പ്രശ്നങ്ങളും മരുന്നുകളിലൂടെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനും സാധിക്കും. നന്ദി, നമസ്കാരം.